മാങ്ങ ഇഞ്ചി വെച്ചൊരു കറി ഉണ്ടാക്കിയാലോ. ഇതാണ് മാങ്ങ ഇഞ്ചി. അപ്പോൾ മാങ്ങ ഇഞ്ചിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഷോർട്സ് ആണ്, അത് കാണാൻ മറക്കണ്ട. അപ്പോൾ മാങ്ങ ഇഞ്ചി, അതായത് മാങ്ങയുടെ ഒരു മണവും ഇഞ്ചിയുടെ രുചിയും, അല്ലെങ്കിൽ ഇഞ്ചിയുടെ മണവും മാങ്ങയുടെ രുചി എന്ന് പറയാം. അങ്ങനെ ആ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള മാങ്ങ ഇഞ്ചി വെച്ചിട്ടുണ്ടോ നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാങ്ങ ഇഞ്ചി ആർക്കെങ്കിലും വേണം, ഞങ്ങളുടെ നാട്ടിലില്ല, എനിക്ക് വേണമെന്നൊക്കെ തോന്നിയാൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ അയച്ചു തരുമോ, എങ്ങനെയാണെന്ന് വെച്ചാൽ തരാം. കുറേ വിത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. മാങ്ങ ഇഞ്ചിയുടെ തൊലി കളയാൻ എളുപ്പമാണ്. കത്തി വെച്ച് പതിയെ നമ്മൾ ഇഞ്ചി ചെണ്ടുന്ന പോലെ ചെണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, ഇത് നമുക്ക് വെള്ളം, നല്ല കുറുകെ വെള്ളം ഒഴിച്ച് കറിയാക്കി എടുക്കാം, അല്ലെങ്കിൽ ചമ്മന്തി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ തേങ്ങ, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് പുളി, ഉപ്പ്, മാങ്ങ ഇഞ്ചി, മുളക്, ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ച് വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് നമ്മുടെ ചമ്മന്തിയുടെ പാകത്തിന് എടുക്കുകയാണെങ്കിൽ ചമ്മന്തി ആയിട്ടും കൂട്ടാട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചാലാണ് കറി ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാങ്ങ ഇഞ്ചി കറിയാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഇട്ട് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് പൊട്ടിക്കാം. പിന്നെ താളിക്കാനുള്ളതെല്ലാം വെച്ച് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഈ മാങ്ങ ഇഞ്ചി കറി ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വരുവാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ കറിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ 5 മിനിറ്റും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ നല്ലതുപോലെ ചെറിയ ഉള്ളിയും അതുപോലെ മുളകും കടുകും എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതുപോലെ മുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വരുമ്പോൾ നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ ഇഞ്ചി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടി നമുക്ക് പൊട്ടിക്കാൻ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇനി ആ മാങ്ങ ഇഞ്ചി അരച്ചതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് വാടി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോവും. പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചട്ടിയിലായതുകൊണ്ടൊന്ന് കുറുകുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. സിമ്പിൾ ആൻഡ് ഈസി കറിയാണ് കേട്ടോ. എന്തായാലും എല്ലാവരുടെയും വീട്ടിൽ ഈ മാങ്ങാഞ്ചി ഒരു മൂടെങ്കിലും വേണം. പെട്ടെന്ന് നമുക്കൊരു കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയ വെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു കറി 5 മിനിറ്റ് മതി. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം. നമ്മുടെ പഴയ കാലത്ത് കാർന്നോമാരെല്ലാം ഉണ്ടാക്കിയിരുന്ന കറിയാണ്. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് മദറിലോ ആണ് കേട്ടോ. ആളുടെ ഫേവറേറ്റ് കറിയാണ്. ഞാനങ്ങനെ കൂട്ടി എൻ്റെയും ഫേവറേറ്റ് കറിയായി. അപ്പോൾ ഈ ഒരു മാങ്ങ ഇഞ്ചി എനിക്ക് മൂടോടെ തന്ന് വീട്ടിൽ നട്ടോ എന്ന് പറഞ്ഞത് പപ്പയും മമ്മിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ, നമ്മുടെ മാങ്ങ ഇഞ്ചിയെക്കുറിച്ച് അറിയില്ലാത്തവർക്കോ, അല്ലെങ്കിൽ ഇത് വേണം, എനിക്കൊരു കഷ്ണം വേണം എന്നൊക്കെ ഉള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.